സച്ചിൻ കൂടി ചേരുന്നുണ്ട്. സച്ചിൻ ഇതുപോലെ ഈ ദുരന്തം നടന്ന ഘട്ടത്തിൽ ഇവിടെ വന്ന് റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടറാണ്. സച്ചിന്റെ കൂടെ ആദ്യഘട്ടത്തിൽ ദുരിതാശ്വാസം പറഞ്ഞല്ലോ, ആ ദുരന്ത ഭൂമിയിലേക്ക് ഒരു പാലമിട്ടത് ദുരന്ത ബാധിതരെ പുറത്തേക്ക് എത്തിക്കാൻ അതിജീവനത്തിന്റെ ആദ്യ പാലമിട്ട ആസിഫ് കൂടെ ചേരുന്നുണ്ട് സച്ചിനോട്. അപ്പോൾ സച്ചിൻ ചോദിക്കൂ ആസിഫിനോട് ആ അനുഭവങ്ങളെ കുറിച്ച് ഒരു വർഷത്തിനിപ്പുറം നിൽക്കുമ്പോൾ. തീർച്ചയായും വിൻഷാകുട്ടൻ പറഞ്ഞതുപോലെ തന്നെ അന്ന് ആദ്യഘട്ടത്തിൽ തന്നെ ദുരന്തമുണ്ടായ ആ സമയത്ത് തന്നെ വയനാട് മേപ്പാടിയിൽ നമ്മളും ക്യാമറാമാൻ മഹേഷ് അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിയിരുന്നു. അന്ന് വലിയൊരു ഭീകരമായ കാഴ്ച തന്നെയാണ് അന്ന് ഇവിടെ കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അതിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ നാട്ടിലെ യുവാക്കളുടെ ഒരു പ്രത്യേക സംഭാവനയും പ്രവർത്തനവും തന്നെയാണ്. കാരണം വലിയ രീതിയിൽ മികച്ച പ്രവർത്തനമാണ് ഈ മുണ്ടക്കൈ ദുരന്തമുണ്ടായ സമയത്ത് യുവാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ തന്നെ, അതായത് പുലർച്ചെ 2 മണിയോടുകൂടെ തന്നെ ദുരന്തമുണ്ടായ സമയത്ത് ഈ മേഖലയിൽ ഓടിയെത്തിയ വ്യക്തി യുവാവ് കൂടിയാണ് ആസിഫ്. അന്ന് എന്തായിരുന്നു ആദ്യം വിവരം അറിഞ്ഞത്? എൻ്റെ ഫോണിലേക്ക് ഒരു ഒരു 10-ൽ കൂടുതൽ വിളി വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ തുടക്കത്തിൽ രാത്രിൻ്റെ ആ ഒരു സമയം കൊണ്ട് പെട്ടെന്ന് അറിയാൻ വേണ്ടി കഴിഞ്ഞില്ല. പിന്നെ അറിഞ്ഞ് കോൾ എടുത്ത സമയത്ത് പറഞ്ഞു ഇങ്ങനെ ചൂരൽമലയിലും മുണ്ടക്കൈയിൽ ഈ രീതിയിലുള്ള ചെറിയ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വിളിച്ച ആൾക്കും അതിനെക്കുറിച്ച് അതിൻ്റെ വ്യാപ്തിയും എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഞങ്ങൾ അവിടെയുള്ള കുറച്ച് ആളുകളെ നമുക്ക് വിളിച്ചാൽ ആ സമയം കിട്ടുന്ന ഇതിന് കൊണ്ടുപോകാൻ പറ്റുന്ന ആളുകളെ വിളിച്ച് ഞങ്ങൾ ഒരു വണ്ടി ഏർപ്പാടാക്കി അവിടുന്ന് പോന്നു. ഏകദേശം വരുന്ന വഴിയിലൊക്കെ പുത്തുമല നമ്മൾ മുന്നൊരു അനുഭവം ഉണ്ടല്ലോ, ആ സമയത്ത് റോഡിലുണ്ടായ പ്രയാസങ്ങളും അതൊക്കെ കണക്കിലെടുത്ത് ഞങ്ങൾ കാർ ഒഴിവാക്കി ജീപ്പിലാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അങ്ങനെ ഇവിടെ എത്തി ചൂരൽമല ടൗണ് എത്തുന്നതിന് തൊട്ട് മുമ്പ് ഞങ്ങൾ വണ്ടി നിർത്തി. അപ്പോഴാണ് സത്യം പറഞ്ഞാൽ എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നത്. ചിന്തിക്കാൻ പോലും കഴിയുന്നതിലും അപ്പുറം ആ രീതിയിലായിരുന്നു ഇവിടെ വന്ന സമയത്ത് കണ്ട കാഴ്ച എന്ന് പറയുന്നത്. കാരണം ആളുകൾ ചെതറി ഓടുന്നുണ്ട്, കിട്ടുന്ന ആളുകൾ വണ്ടിയുള്ള ആൾ വണ്ടി എടുത്ത് നാനാറ് വഴികളിൽ അങ്ങനെയും പോകുന്നുണ്ട്. അത് കൂടാണ്ട് ഞങ്ങൾ വന്ന സമയത്ത് ഏകദേശം ഞാൻ ഇപ്പോൾ റോഡിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം എൻ്റെ അരയ്ക്ക് മേൽ ചളി വന്ന് അടിഞ്ഞിട്ടുള്ളത്. അപ്പോഴാണ് ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ വന്നു നിന്ന സമയത്ത് നമ്മുടെ ഫോറസ്റ്റിൻ്റെ ജീപ്പ് അവിടെ ഹെഡ്ലൈറ്റ് ഇട്ട് വെച്ചിട്ട് അവിടെ ആകെ ഒരു വെളിച്ചം എന്ന് പറയുന്നത് ആ ഒരൊറ്റ വെളിച്ചം മാത്രമേ ഉള്ളൂ. വേറെ ഈ യാതൊരു വെളിച്ചവും ഇല്ല, വേറൊന്നും കാണാനും കഴിയുന്നില്ല, നല്ല ഇരുട്ടായിരുന്നു. അങ്ങനെ രണ്ട് JCB അതിൻ്റെ ഫ്രണ്ട് ബക്കറ്റ് വെച്ചുകൊണ്ട് എന്ത് ചെയ്യാണ് ഈ ചളികൾ പരമാവധി അവിടുന്ന് സ്പീഡിൽ വളരെ പെട്ടെന്ന് ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കുക. കാരണം ഇത് മാറ്റുന്നതിനനുസരിച്ച് മുകളിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടേ നിൽക്കുന്നുണ്ട്. അതിൽ ഒരു ഏകദേശം ഒന്ന് കുറഞ്ഞ് കഴിഞ്ഞപ്പോൾ JCB ഒരു ബക്കറ്റ് വെച്ച് കോരുമ്പോൾ ഈ വണ്ടി ഇങ്ങ് തള്ളിക്കൊണ്ടൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അതിലൂടെയാണ് ശരിക്കും ഞങ്ങളൊരു 8 പേര് ഞങ്ങൾ അവിടുന്ന് പാസ് ചെയ്ത് നേരെ സ്കൂൾ റോഡിൻ്റെ ആ ഭാഗത്തേക്ക് കയറാൻ വേണ്ടി നോക്കിയത്, നമ്മൾ ടൗണിൽ നിന്ന്. അങ്ങനെ അങ്ങോട്ടേക്ക് ഞങ്ങൾ 8 പേര് കയറി. 8 പേര് കയറിയ സമയത്ത് ഏകദേശം പോകുന്ന വഴിയൊക്കെ അവിടുന്ന് വലിയ വലിയ മരങ്ങൾ വന്നിട്ട് അടിഞ്ഞിട്ട് വഴിയില്ലാത്തൊരു സ്ഥിതിയുള്ളത്. ഈ പാലം വെള്ളാർമല പാലവും തകർന്നിരുന്നല്ലോ, അപ്പോൾ എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്? കാരണം ഇങ്ങോട്ടേക്ക് കടക്കുക എന്നുള്ളതിന് വേറെ യാതൊരു മാർഗ്ഗമില്ല. കാരണം ഈ പ്രദേശത്തിനെ കുറിച്ച് കുറച്ചെങ്കിലൊക്കെ ഒരു ബോധ്യമുള്ള ഒരാളാണ്. അപ്പം ആ ഒരു പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ടേക്ക് ഈ ഭാഗത്തേക്ക് കടക്കുക എന്നുള്ള വേറെ ഓപ്ഷൻ വേറെ ഒന്നുമില്ല. അത് മാത്രമല്ല ഈ പുഴ ഒഴുകിയിട്ടുണ്ടായിരുന്ന ഗതി മൊത്തത്തിൽ മാറി. കാരണം ഈ പുഴ പിന്നീട് ഒഴുകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ വീടുകളുണ്ടായിരുന്ന ആ ഒരു ഗ്യാപ്പിൻ്റെ ഇടയിലൂടെയാണ് പോകുന്നത്. അപ്പം നടുക്ക് വീടും അതിൻ്റെ അപ്പുറം ഇപ്പുറം പുഴയും ആ രീതിയിലാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ അത്യാവശ്യം ഈ ഉപകരണങ്ങളൊക്കെ ഒരു രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കയ്യിലൊരു കുറച്ച് കയറുകളുണ്ടായിരുന്നു, അതേപോലെ മരം മുറിക്കുന്ന മെഷീൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞങ്ങൾ പോകുന്ന വഴിയിൽ എന്ത് ചെയ്തു, ഈ ചളിയാണ് ചവിട്ടുമ്പോൾ ഏകദേശം താഴ്ന്നു പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ മരങ്ങളൊക്കെ മുറിച്ച് പക്ഷേ നടക്കുന്ന ഭാഗം ക്ലിയർ ചെയ്ത് സ്ഥിരം ഒരു താൽക്കാലിക വഴി ഞങ്ങൾ പോകാൻ വേണ്ടി മാത്രം ആ രീതിയിൽ ഉണ്ടാക്കിയിട്ടാണ് ഞങ്ങൾ മുന്നോട്ടേക്ക് പോയത്. അപ്പോൾ കൂടെ നമ്മളെ ഫ്രാൻസിസും ഉണ്ടായിരുന്നു, അവിടെ DYFIയുടെ ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറിയാണ്. അപ്പം അദ്ദേഹം ഉണ്ടായിരുന്നു. ഞങ്ങൾ മുന്നോട്ടേക്ക് പോകുന്തോറും ഓരോ അടി മുന്നോട്ടേക്ക് പോകുന്തോറും അവിടുന്ന് ഓരോരുത്തർ വഴിയിൽ നിന്നായിട്ടും അതേപോലെ കാട്ടിലായിട്ടും ഓരോരുത്തർ ഇങ്ങനെ പരിക്കുകളോടെയും അല്ലാതെയൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം നമ്മളപ്പോൾ നിലവിൽ അവർ സുരക്ഷിതരാണ്, കാരണം അങ്ങോട്ടേക്ക് എത്തുന്നില്ല, ആ മേലെ ഭാഗത്തേക്കാണുള്ളത്. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, കുറച്ചുകൂടി മുന്നോട്ടേക്ക് പോകുമ്പോൾ ഏകദേശം ഒരു ചെറിയൊരു മല കയറിയിട്ടാണ് ഞങ്ങൾ പോയത്. കാരണം ഈ ദുരന്തം ഉണ്ടാകുന്ന സമയത്ത്, ഇതുപോലെ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന സമയത്ത് താഴെ ഭാഗത്തു കൂടി പോകുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല. ഇപ്പോൾ കഴിവിൻ്റെ പരമാവധി ഉയർന്ന പ്രദേശം വെച്ച് പോകുക എന്നുള്ളതാണ് ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പോൾ ഞങ്ങൾ പരമാവധി വശത്തു കൂടി തന്നെയാണ് പോയത്. അങ്ങനെ മേലെ കൂടി പോയി ഞങ്ങൾ ഏകദേശം
വീടുകളൊക്കെ ഉള്ള പ്രദേശത്തെത്തി. പിന്നെ ലൈറ്റിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, കയ്യിൽ ചെറിയൊരു ടോർച്ച് മാത്രമേ ഉള്ളൂ. കാരണം ഇത്തരം രീതിയിലുള്ള ഒരു ദുരന്തം നമ്മൾ കാണുന്നത് ആദ്യമായിട്ടാണ്. എന്ത് ചെയ്യണമെന്ന് പോലും പെട്ടെന്ന് ഒരു നിമിഷം ആരാണെങ്കിലും എന്ത് ചെയ്യണം എന്നുള്ളത് പെട്ടെന്ന് അറിയാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് വന്നു. ഒരു മനുഷ്യൻ്റെ നിസ്സഹായ അവസ്ഥ എന്താണ്, ഒരു മനുഷ്യൻ എത്രത്തോളം ചെറുതാണെന്നുള്ളത് നമ്മളെല്ലാവരും ആ സമയം കൊണ്ട് മനസ്സിലാക്കി. കാരണം നമ്മൾ അതിരുകൾ കെട്ടി വീട് വേറെ എല്ലാം എൻ്റേത് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ തിരിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇത്ര ഒരു ദുരന്തം വന്ന സമയത്ത് മനുഷ്യൻ എത്രത്തോളം, മനുഷ്യൻ്റെ ചിന്തയും എത്രത്തോളം ചെറുതാണെന്നും മനുഷ്യൻ്റെ നിസ്സഹായ അവസ്ഥ എന്താണെന്ന് നമ്മളപ്പോൾ മനസ്സിലാക്കി. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ടേക്ക് പോയി വീടുകളുള്ള സ്ഥലത്തെത്തി. ആ സമയത്ത് കാണുന്നത് ഈ തോട്ടത്തിൽ നിന്ന് ഏകദേശം ഫുള്ള് കൃഷിഭൂമിയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഏറ്റവും പ്രായം കൂടിയ ഒരു അമ്മച്ചി അവിടെ പരിക്കുകളോടെ കിടക്കുന്നുണ്ടായിരുന്നു. അവർക്ക് സംസാരിക്കാൻ വേണ്ടി കഴിയുന്നില്ല, നല്ല പരിക്കുണ്ട്. അതേപോലെ അന്യസംസ്ഥാന തൊഴിലാളികളുണ്ടായിരുന്നു. അവരെയും അപ്പോൾ ഇവർ ഓൾറെഡി ജീവനുണ്ട്. നമ്മളപ്പോഴും ചിന്തിക്കുന്നത് ജീവനുള്ള ഒരാളെ അവിടെ എന്ത് ചെയ്യാൻ പാടില്ല, അവിടെ ഇനി മരണത്തിലേക്ക് വിട്ടുകൊടുക്കാൻ വേണ്ടി പാടില്ല. ജീവനുണ്ട് തന്നെ അവർ രക്ഷപ്പെടുന്നുള്ള ഒറ്റ ചിന്ത വെച്ചാണ് ഞങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പോൾ കിട്ടിയ ആളുകളെ നമ്മൾ കൂടെ വരുന്ന ആളുകൾക്ക് കയ്യിലേക്ക് കൈമാറി ഞങ്ങൾ മുന്നോട്ടേക്ക് തന്നെ പോയി. അങ്ങനെ ഏകദേശം ഏറ്റവും ടോപ്പിലേക്ക് എത്തി. ഒരു വീടിൻ്റെ മുൻവശത്ത് ഒരു കോൺക്രീറ്റ് ഇട്ട വഴി ഉണ്ടായിരുന്നു. ആ വഴിയിലൂടെ ഞങ്ങൾ താഴോട്ടേക്ക് ഇറങ്ങി. ആ വഴിയിൽ ഇറങ്ങി നിൽക്കുന്ന സമയത്താണ് രണ്ടാമത്തെ പൊട്ടുണ്ടാകുന്നത്. ശരിക്കും ഞങ്ങൾക്ക് കാഴ്ച എന്ന് പറയാൻ വേണ്ടി കഴിയില്ല, കാരണം കണ്ടിട്ടില്ല. സത്യം പറഞ്ഞാൽ അതിൻ്റെ സൗണ്ട് മാത്രമേ ഞങ്ങൾ കേട്ടുള്ളൂ. കാരണം അപ്പോഴത്തേക്ക് ഞങ്ങൾ എന്ത് ചെയ്തു, ഓടി. നിങ്ങളൊരു തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത്. അതെ, ഞങ്ങളവിടെ നിൽക്കുന്ന സമയത്താണ് അത് അവിടുന്ന്. കാരണം ഇത് ഭയങ്കര ഭീകര ശബ്ദം വെച്ചാൽ ഈ സാധനം വരുന്നത്. നമ്മളും മുൻപൊരു അനുഭവം ഇല്ലല്ലോ ആ രീതിയിൽ എന്താണെന്നുള്ളത്. ആ സൗണ്ട് കേട്ട സമയത്തേ ഞങ്ങൾ ഓടി. ഞങ്ങൾ അവിടെ നിൽക്കുക എന്നുള്ളത് ശരിക്കും എന്നല്ല യുക്തിയല്ല. ഞങ്ങൾ ഓടി. ഏകദേശം എല്ലാവരും മേലോട്ടേക്ക് ഓടി. മേലോട്ടേക്ക് ഓടുന്നതിന് തൊട്ടുമ്പോൾ ഞങ്ങൾ ആ നിന്ന സമയത്ത് ഞങ്ങളുടെ മുന്നിൽ വീടുകളുണ്ടായിരുന്നു. ആ വീട്ടിൽ ഈ ഫോണിൻ്റെ ചെറിയ ലൈറ്റുകളൊക്കെ അവിടുന്ന് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യുന്നുണ്ട്, കൈ കൊണ്ടാണെങ്കിലും. അപ്പോൾ അവിടുന്ന് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. തിരിച്ച് ഞങ്ങളും എന്താ വെച്ചാൽ ആളുകൾ എത്തിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഒരു മനസ്സമാധാനമെങ്കിലും കുറച്ചെങ്കിലും കിട്ടിക്കോട്ടെ എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങളിവിടെ എത്തിയിട്ട് ഈ വെള്ളം ഒന്ന് കുറഞ്ഞാൽ ഞങ്ങൾ അപ്പുറത്തേക്ക് പാസ് ചെയ്ത് വരും. അപ്പോൾ അവർ പറയുന്നത് നിങ്ങളവിടെ നിൽക്കണ്ട, ഇതിനേക്കാളും നല്ല സ്ഥിതിയിലായിരുന്നു. അവർ സുരക്ഷിതമാണെന്ന് വിചാരിച്ച് നിന്ന സ്ഥലത്താണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, ആ പുഴയും ഒക്കെ ഗതി മാറി വന്ന് ആ സ്ഥലം അങ്ങനെ ആയിട്ടുള്ളത്. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളിങ്ങോട്ടേക്ക് നിൽക്കണ്ട, നിങ്ങളവിടുന്ന് മാറി കുറച്ച് കഴിഞ്ഞ് നിങ്ങൾ വന്നാൽ മതി. ഇപ്പോൾ അത് പറഞ്ഞ് ഏകദേശം ഒരു മിനിറ്റിനുള്ളിൽ ഈ സാധനം രണ്ടാമതും പൊട്ടി. ഞങ്ങൾ മേലോട്ടേക്ക് ഓടി. ഏകദേശം ആ സൗണ്ടൊന്ന് ഒതുങ്ങിയ സമയത്ത് തിരിച്ച് വരുന്ന കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആ കണ്ട ഒരു വീടോ ഒരാളോ ഒരു ലൈറ്റോ അങ്ങനെ ഒരു സംഗതി അവിടെ ഇല്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളവിടെ നിന്ന് എന്താ കൂടെ ഉള്ളവർ ഞങ്ങളെ മുഖത്ത് നോക്കുമ്പോഴും ഞാൻ അവരുടെ മുഖത്ത് നോക്കുമ്പോഴൊക്കെ പരസ്പരം എന്ത് പറയണമെന്ന് പോലും അറിയാൻ കഴിയുന്നില്ല. ആ ഒരു രീതിയിലേക്ക് മാറിപ്പോയി. അങ്ങനെ ഞങ്ങളെന്ത് ചെയ്തു, അവിടുന്ന് വീണ്ടും മേലോട്ടേക്ക് പോകണമല്ലോ. പിന്നെ വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല, വഴിയില്ല. അപ്പോൾ കയ്യിലൊരു മരം മുറിക്കുന്ന മെഷീൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ മെഷീൻ വെച്ചിട്ട് എന്ത് ചെയ്തു, ഒരു നല്ലൊരു നീളമുള്ളൊരു തെങ്ങ് ആ ഒരു പുഴയുടെ സൈഡിലുണ്ടായിരുന്നു. ആ തെങ്ങ് ഞങ്ങൾ മുറിച്ചു. എന്ത് ചെയ്തു, കയറ് കെട്ടിക്കൊടുത്തു. അപ്പോൾ അപ്പുറത്ത് ആളുണ്ട് ഓൾറെഡി. ആളുകൾ നിൽക്കുന്ന ഭാഗത്താണ് ആളുകൾക്ക് പോകാൻ വേണ്ടി കഴിയാത്തത്. അപ്പോൾ അവിടുന്ന് ഒരു തെങ്ങ് വലിച്ചിട്ട് എന്ത് ചെയ്തു, ആ പുഴയുടെ ക്രോസ് ഇട്ടു. ഏറ്റവും വീതി കുറഞ്ഞ പുഴയുടെ ഭാഗം നോക്കിയിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഞങ്ങൾ അവിടെ ഒരു ക്രോസ് ഇട്ടു. ഞങ്ങൾ അതിലൂടെ പോയി അപ്പുറത്തേക്ക് എത്തി. പക്ഷെ അപ്പുറത്തേക്ക് എത്തുമ്പോഴും അപ്പുറത്തേക്ക് പോകാൻ വേണ്ടി കഴിഞ്ഞത് 3 പേർക്ക് മാത്രമാണ്. കാരണം ഈ എല്ലാവരും ആ ഒരു സമയം ഇവിടുന്ന് അങ്ങ് വരെ എത്തിയപ്പോഴത്തേനും എല്ലാവരും ടയേർഡായി പോയി. കാരണം ഭക്ഷണമില്ല, ഒരു വെള്ളം പോലും അവിടുന്ന് കുടിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലാണ് ഉണ്ടായിരുന്നത്. അപ്പം ആ സമയത്തൊന്നും ഭക്ഷണമെന്നോ വെള്ളമെന്നോ നമ്മുടെ സ്വയം ശരീരം എന്ത് പറ്റുന്നോ നമ്മൾ ചിന്തിക്കാതെ നമ്മൾ എന്ത് ചെയ്യണം, മുന്നോട്ടേക്ക് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ അപ്പുറത്തേക്ക് പാസ് ചെയ്ത സമയത്ത് അവിടെ ജീവനോടുള്ള ആളുകളുണ്ട്. അവർ വീടിൻ്റെ മുകളിൽ അപ്സ്റ്റെയറിൽ കയറി നിൽക്കുകയാണ്. അതേപോലെ തൊട്ട് താഴെ കാണുന്നത് മേലെ ജീവനുള്ള ആൾ നിൽക്കുമ്പോഴും ആ വീടിന് തൊട്ട് താഴെ ഒരുപാട് മൃതശരീരങ്ങൾ കിടക്കുക. അപ്പം അവിടെ നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത് എപ്പോഴും ജീവനുള്ള ആളുകൾക്കാണല്ലോ നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ മൃതശരീരങ്ങളോട് ഞങ്ങൾ പെട്ടെന്ന് അതിലേക്ക് പോവാതെ ജീവനുള്ള ആളുകളെ ഞങ്ങൾ അവിടുന്ന് മാറ്റാൻ വേണ്ടി പരമാവധി ശ്രമിച്ചു. മനുഷ്യനാൽ കഴിയുന്ന, കാരണം അങ്ങോട്ടേക്കും മെഷീനറിയോ കാര്യങ്ങളോ ഒന്നും എത്തിക്കാൻ വേണ്ടി കഴിയില്ല. ഈ മനുഷ്യൻ്റെ കൈ കൊണ്ടും അധ്വാനം കൊണ്ടും മാറ്റാൻ പറ്റുന്നതും രക്ഷിക്കാൻ പറ്റുന്നതും അവിടെ ചെയ്യാൻ പറ്റുന്നതും മാത്രമേ ആ സമയത്ത് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ സമയത്ത് പറ്റുന്ന പരമാവധി കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു, ആളുകളെ മാറ്റാൻ വേണ്ടി ശ്രമിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് അപ്പുറം നിൽക്കുന്ന ആളുകളെ എന്ത് ചെയ്തു, അവിടുന്ന് മാറ്റാൻ സുരക്ഷിത സ്ഥാനത്തേക്ക്. കാരണം അവർ നിൽക്കുന്ന സ്ഥലം സുരക്ഷിതമല്ല. കാരണം നേരത്തെ ഞങ്ങൾ കണ്ടതാണല്ലോ, ഒരു പ്രശ്നമില്ലാതെ നിന്ന സ്ഥലം ഒരു 10-20 സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തിന് ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ അതില്ലാതായി പോയി. അങ്ങനെ ഞങ്ങൾ അവിടെയുള്ള കുറച്ച് മുന്നോട്ടേക്ക് പോയപ്പോൾ ഒരു വീട്ടിൽ ഏകദേശം ഒരു 16 ആളുകളോളം, ആ വീട്ടിലെ 16 ആളല്ല, അവിടുന്ന് ഒരു പല ഭാഗത്തുനിന്ന് വന്ന് ആ വീടിനുള്ളിൽ 16 ആളുകൾ കാണുക. അതിലൊരാൾക്ക് അയാൾ തളർന്ന് കിടക്കുന്നതിൽ അനങ്ങാൻ പോലും കഴിയാത്ത ഒരു സ്ഥിതിയിലുള്ള രോഗിയായിട്ടുള്ള ഒരാളാണ്.
അപ്പോൾ ഇത്ര ആളുകൾ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് അറിയാതെ ഞങ്ങൾ കുറേ നേരം ഞങ്ങൾ നിന്നുപോയി. ഇവരെ ഇനി ഏത് വഴിയിലേക്ക് കൊണ്ടുപോകും, ഇവരെങ്ങോട്ടേക്ക് മാറ്റും. അങ്ങനെ ഞങ്ങൾ അപ്പോഴത്തേക്ക് ഏകദേശം ഒരു 10-ൽ കൂടുതൽ ആളുകൾ ആ സമയം ആ സ്ഥലത്തേക്ക് എത്തി. കാരണം ഞങ്ങൾ അവിടുന്ന് ഏകദേശം ഒരു ചെറിയൊരു വഴി ഉണ്ടാക്കിയിട്ടാണല്ലോ വന്നത്. ആ വഴി അവർ ഫോളോ ചെയ്ത് ഞങ്ങൾ അടുത്തേക്ക് എത്തി. ആ എത്തിയ സമയത്ത് അവിടുന്ന് ഞങ്ങളുടെ കയ്യിൽ അപ്പോൾ ബാക്കിയുള്ള സാമഗ്രികളൊന്നുമില്ല. കാരണം അവിടുന്ന് ഒരു രോഗിനെ എടുക്കണമെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് സ്ട്രക്ചറെങ്കിലും വേണം. അല്ലാതെ നമുക്ക് ആ രോഗിനെ, അതും അത്യാവശ്യം വലിയ ആളാണെന്നുണ്ടെങ്കിൽ അറിയാലോ, ഒരു തളർന്നിറക്കുന്ന ഒരാളെ പൊന്തിച്ച് ഒരു സ്ഥാനത്ത് നിന്ന് മാറ്റി വേറെ സ്ഥലത്തേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് അത്രയും ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ കയ്യിലുണ്ടായിരുന്ന മെഷീൻ വെച്ച് 2 കമ്പുണ്ടാക്കി അതൊരു സ്ട്രെച്ചർ പോലെയാക്കി ഒരു പുതപ്പൊക്കെ ചുറ്റി ആ രോഗിനെ അതിലാക്കി. നല്ല മഴയുണ്ട് ആ സമയത്ത്. ആ രോഗിനെ അതിലാക്കി ആ രോഗിനെ അവിടുന്ന് മാറ്റിയ സമയത്താണ് ആ കൂടുതലുള്ള ആളുകൾ പോലും അയാൾ ഞങ്ങളെ കൂടെ വരാൻ വേണ്ടി തയ്യാറായത്. കാരണം അവരൊരാളെ പോലും അവിടെ ഒറ്റക്കിട്ടിട്ട് അവർ വരില്ല എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ രക്ഷപ്പെടുകയാണെന്ന് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് രക്ഷപ്പെടും, മരിക്കുകയാണെന്ന് ഞങ്ങൾ ഒരുമിച്ച് മരിക്കും. ആ രീതിയിലാണ് അവരവിടെ നിന്നിട്ടായിരുന്നത്. തീർച്ചയായും വിൻഷ കുട്ടൻ അത്തരത്തിൽ വലിയ ഒരു ത്യാഗം തന്നെയാണ് യുവാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. കാരണം സ്വന്തം ജീവൻ പോലും പണയം വെച്ചുകൊണ്ടാണ് യുവാക്കൾ ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തമുണ്ടായപ്പോൾ ഈ മേഖലയിൽ പ്രവർത്തിച്ചത്. അന്ന് ഈ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലടക്കം വലിയ രീതിയിലുള്ള ക്രിയാത്മകമായ പ്രവർത്തനം നടന്നു. നമുക്ക് പിന്നിൽ കാണുന്ന ബെയിലി പാലത്തിൻ്റെ നിർമ്മാണത്തിലടക്കം വലിയ പങ്കാണ് ഡിവൈഎഫ്ഐയുടെ നേതാക്കളും അതേപോലെ തന്നെ പ്രവർത്തകരും വഹിച്ചിട്ടുള്ളത്.